കിച്ചു എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഞെട്ടിയണീറ്റു. എന്തു പറ്റി സാറ്? ഞാൻ വരുമ്പോൾ സാറ് നല്ല ഉറക്കത്തിലായിരുന്നു. പുറത്ത് മീഡിയക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചത്. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിന് വഴക്കൊല്ലം പറയുന്നു പേടിച്ച് കോൺസ്റ്റബിൾ ഭവ്യതയോട് പറഞ്ഞു. ഒന്നുമില്ല, താൻ പൊക്കോ, ഞാനൊന്ന് മോൻ കഴുകിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ മുറിയുടെ ഒരു സൈഡിലായിട്ടുള്ള ബാത്റൂമിൽ കയറി നന്നായി മുഖം കഴുകി. ടവൽ കൊണ്ട് മുഖം തുറക്കുമ്പോഴാണ് തന്റെ രൂപത്തെ അവൻ കണ്ണാടിയിൽ ശ്രദ്ധിക്കുന്നത്. മുടിയൊക്കെ ആകെ അലങ്കോലമായിരിക്കുകയാണ്. കണ്ണിന് ചുറ്റും കറുപ്പ് പിടിച്ചിട്ടുണ്ട്. അത് നന്നായി ഉറങ്ങാത്തോണ്ടാണെന്ന് മനസ്സിലായി. അല്ലെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഉറങ്ങിയിട്ട് വർഷം 4 കഴിഞ്ഞു. അവൻ ഓർത്തു, ഇപ്പോഴുള്ള ഉറക്കം മദ്യപിച്ച് ബോധം പോകുമ്പോഴാണ് കണ്ണടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഓരോ നിമിഷവും താൻ നീറി മരിക്കുകയാണ്. സാർ, പുറത്തുനിന്ന് വാതിൽ തട്ടുമ്പോഴാണ് അവൻ കുറെ നേരമായി കണ്ണാടി മുമ്പിലായി നിൽക്കുന്നതെന്ന് ഓർമ്മ വന്നത്. വേഗം മുഖമൊക്കെ തുടച്ച് പുറത്തേക്ക് ഇറങ്ങി. ടേബിളിൽ കിടന്ന് തന്റെ തൊപ്പിയെടുത്ത് അറയിൽ വെച്ച് ഫോണും കീയും പോക്കറ്റിലിട്ട് കമ്മീഷണർ എന്ന ബോർഡുള്ള മുറിയിൽ നിന്ന് അവൻ പുറത്തേക്ക് നടന്നു. മാധവേട്ടാ. ആ സാറേ. ഏകദേശം 55 വയസ്സിനടുത്ത് ഒരു കോൺസ്റ്റബിൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ FIR എഴുതിയിരുന്നോ? ജയിലിൽ അടികൊണ്ട് അവശനായി കിടന്ന ഒരാളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ സാറേ, അതൊക്കെ എപ്പോഴേ ചെയ്തു വെച്ച്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലേ? സെക്ഷൻ കൂടുതൽ ചേർത്തിട്ടില്ലേ? അവനൊന്നും ജന്മത്തിൽ ഇനി ചിന്തിക്കാൻ പാടില്ല ഒരു പെണ്ണിന്റെ ചാരിത്രം നശിപ്പിക്കാൻ. അതുപോലെ കൊടുക്കണം ലാത്തി വെച്ച്. എന്നാലും ഇറങ്ങുക. അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഒരു വൃദ്ധനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് എല്ലാം ശരിയാക്കാന്ന് ഉറപ്പെടുത്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. സാറിന് മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ മാധവേട്ട. കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ഒരു മനുഷ്യനെ ഇദ്ദേഹം നിരുത്സാഹപ്പെടുത്താറില്ല. എല്ലാം സമാധാനത്തോടെ കേൾക്കും. ജോലിയൊക്കെ കിറുകീർത്തി. പക്ഷെ ആ മുഖത്തൊരു ചിരി. സഹപ്രവർത്തകർ എന്നൊരു സ്നേഹം പോലും ഇല്ല ഇങ്ങനെ ഞങ്ങളോട്. ആകെ കൂടി ദേഷ്യപ്പെടാൻ സംസാരിക്കുന്നത് തന്നെ നിങ്ങളോടാ. CP അനിരുദ്ധ് മാധവേട്ടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു. മോനെ അനിരുദ്ധേ, നീ ഇവിടെ വന്നിട്ട് ആകെ 2 വർഷം ആയതേ ഉള്ളൂ. 4 വർഷം മുമ്പ് ഒരു സാറുണ്ടായിരുന്നു അങ്ങ് തിരുവനന്തപുരത്ത്. എപ്പോഴും ചിരിയും സന്തോഷവും സഹപ്രവർത്തകരോട് തമാശയൊക്കെ പറഞ്ഞ് ഒരു കുടുംബം പോലെ ആ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നൊരു നേതാവ്. ഒരു കേസ് പോലും തെളിയിക്കാതെ ഇരുന്നിട്ടില്ലെന്നവര്. അത് നിനക്ക് അറിയത്തില്ലേ? ഒരു നേതാക്കളെയും പേടിയില്ലാതെ സത്യത്തിന്റെ ഒപ്പം മാത്രം നിൽക്കുന്ന ഒരുവൻ. അതായിരുന്നു അന്നത്തെ അഭിനവ് ദേവ് IPS. അന്നത്തെ സാറിന്റെ വെറൊരു നിഴൽ മാത്രമായിരിക്കുന്നു സാറിപ്പോൾ. ജോലി അന്നും ഇന്നും ഒരേപോലെ തന്നെയാ. പക്ഷെ ആ മുഖത്ത് 4 വർഷത്തിന് മുമ്പുണ്ടായ ആ പുഞ്ചിരി ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല. അതും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു. അഭിനവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു കൂട്ടം മീഡിയക്കാർ തന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതാണ്. എന്താണ് സാർ പറയാനുള്ളത്? കൊച്ചിയിലെത്തി വെറും ഒരാഴ്ച കൊണ്ടാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കൂട്ടങ്ങളെ പിടിച്ചത്. സാറുണ്ടായും തിരുവനന്തപുരത്ത് പോലെ കൊച്ചി ആവാനാണോ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നത്? ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. അല്ലാതെ എനിക്കൊരു ജില്ലയെ പോലെ മറ്റൊരു ജില്ല ആക്കണം നിർബന്ധമില്ല. പിന്നെ ഈ ജില്ലക്ക് തന്നെ ഏറ്റവും ഭീഷണിയാവുന്ന റൗഡി കൂട്ടങ്ങളെയും നാടിന് തന്നെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് കൂട്ടങ്ങളെയും ഈ അഭിനദേവ് കമ്മീഷണറായിട്ട് ഉള്ളിടത്തോളം കാലം വെച്ച് പൊറപ്പിക്കില്ല. അതിനി ഇത് കൊമ്പന്മാരുണ്ടെന്ന് പറഞ്ഞാലും ദാറ്റ്സ് ഓൾ. അതും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ആഷ്കള ബുള്ളറ്റും എടുത്ത് പുറത്തേക്ക് പോയി. ഒരാഴ്ച മുമ്പ് നാടിനെ തന്നെ ആപത്തിലാക്കുന്ന ഒരു കൂട്ടം മയക്കുമരുന്ന് കൈമാറുന്ന ടീമിനെയാണ് കമ്മീഷണർ പിടിച്ചിരിക്കുന്നത്. അതും വെറും ഒരാഴ്ച കൊണ്ട് തന്നെ. ഇന്നേ വരെ ഒരു കേസും തെളിയിക്കാതിരുന്നിട്ടില്ല എന്ന റെക്കോർഡുള്ള ഒരു IPS ഓഫീസറെയാണ് ഇന്ന് കൊച്ചി കിട്ടിയിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് കുറച്ചു മുമ്പ് നിങ്ങൾ കേട്ടത്. ക്യാമറമാൻ അമീനൊപ്പം റിപ്പോർട്ടർ ഐഷ, കൊച്ചി കമ്മീഷൻ ഓഫീസിൽ നിന്നും ന്യൂസ്. സ്കൈ ബ്ലൂ അപ്പാർട്ട്മെന്റ്സ് എന്ന കൂറ്റൻ ഫ്ളാറ്റിനകത്തായി തന്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്തു. 25ഓളം നിലയുള്ള ഫ്ളാറ്റാണ്. കൊച്ചിയിലെത്തി ആകെ ഒരാഴ്ച ആയതേ ഉള്ളൂ. പോലീസ് ക്വാർട്ടേഴ്സ് ഒക്കെ എന്തോ പൊളിച്ചു കിട്ടുകയാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഫ്ളാറ്റ് വാടക വാങ്ങിയത്. ലിഫ്റ്റിൽ കയറി 14ാമത്തെ നിലയുള്ള ബട്ടൺ അമർത്തിയവൻ. ലിഫ്റ്റിലുള്ളവരൊക്കെ അവനെ ബഹുമാനത്തോടെ നോക്കി. കാരണം ഒരു പോലീസ് ഓഫീസറാണല്ലോ. ലിഫ്റ്റിൽ നിന്നിറങ്ങി തന്റെ ഫ്ളാറ്റായ 14Gയിലേക്ക് കയറി. മുറിയിലേക്ക് കയറി നേരെ ബെഡിലേക്ക് വീണവൻ. മുറിയിൽ ചുമരിലായി തൻ്റെയും ലച്ചുവിൻ്റെയും ഫോട്ടോസാണ്. ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചെണ്ണ ഇരിപ്പുണ്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ. പക്ഷേ താൻ പിന്നീട് എടുക്കാം, ഇനിയും സമയം ഒരുപാടുണ്ടല്ലോ ഒന്നിച്ച് എന്ന് പറഞ്ഞ് അന്ന് അവൾ എടുക്കാനും സമ്മതിക്കാറില്ല. അവൻ ഓരോ ചിന്തയിലേക്ക് വീണു. ഇനിയും പറ്റില്ല തന്നെ കൊണ്ട് പിടിച്ചേൽക്കാൻ എന്ന് കരുതി അവൻ നേരെ ഒരു ലിക്കർ ബോട്ടിൽ വായിലേക്ക് അമഴ്ത്തി ബെഡിലേക്ക് വീണു. എന്നാൽ ആ നേരം അവൻ ഉച്ചരിച്ചത് ലച്ചു എന്ന് മാത്രമായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ അതേ ഫ്ലാറ്റിലെ 12ാമത്തെ നിലയിലുള്ള 12Bയിൽ നിന്ന് അമ്മയും മക്കളും നല്ല അടിപിടിയിലാണ്. ആരാന്ന രണ്ടിൻ്റെയും വിചാരം? ആ ചെറുക്കനെ എന്താ ഇടിച്ചത്? ഇനി എന്തൊക്കെ പുകിലാണോ ദൈവമേ ഉണ്ടാകാൻ പോകുന്നത്? ആ കൊച്ചിൻ്റെ അച്ഛൻ പോലീസിലാണെന്ന ടീച്ചർ പറഞ്ഞ്. ഇതും പറഞ്ഞുകൊണ്ട് അവൾ തലക്ക് കൈ കൊടുത്ത് സോഫയിലേക്ക് ഇരുന്നു. അതിന് അമ്മ എന്തിനാ ഞങ്ങൾ വഴക്ക് പറയുന്നത്? അവനെ ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ. ദേ അല്ലു, മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. അവൻ അങ്ങനെയൊക്കെ വേണ്ടാത്ത പറഞ്ഞോണ്ടില്ലേ അമ്മ ഞങ്ങൾ അടിച്ചത്. അതിനവനെ മൂക്കിടിച്ച് പരത്തിയാണ് അതി വേണ്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നോട് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ടീച്ചറിനോട് പറയായിരുന്നില്ലേ? ഞാൻ അവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്, എന്നോട് പറഞ്ഞാൽ മതിയില്ലേ? ഈ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോയി.
ആ പോയവർ ആരാണെന്നല്ലേ? അലീന അഭിനേതയെന്ന അല്ലുവും അദീന അഭിനേതയെന്ന അദീം. മുടി 2 സൈഡിലാക്കി മുടഞ്ഞിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു ഫ്രോക്കാണ് രണ്ടുപേരുടെയും വേഷം. LKG-യിലാണ് അവർ പഠിക്കുന്നത്. അതേ സ്കൂളിൽ തന്നെയാണ് ലക്ഷ്മിയും ജോലി ചെയ്യുന്നത്. അവൾ ഹൈസ്കൂൾ പിള്ളേരുടെ ടീച്ചറാണ്. വെറും 4 വയസ്സേ ഉള്ളെങ്കിലും അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഐറ്റംസാണ് രണ്ടുപേരും. എന്തു തന്നെയായാലും നല്ല മിടുക്കികളാണ്. വികൃതിയും ഇഷ്ടം പോലെയുണ്ട് കയ്യിൽ. എന്നാൽ അമ്മയെ സങ്കടപ്പെടുത്താറില്ല. മക്കളോട് ഇത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് വിചാരിച്ച് അവൾ നേരെ മുറിയിലേക്ക് കയറി. എന്നാൽ അവളെ കണ്ട് രണ്ടുപേരും മുഖം തിരിച്ച് കൈകെട്ടിയിരുന്നു. കവിളൊരു സൂചി കുത്തിയാൽ ഇപ്പം പൊട്ടുമെന്ന പോലെയാണ് രണ്ടുപേരുടെ ഇരിപ്പ്. ഇതുപോലെ തന്നെയാണ് ദേഷ്യം വന്നാൽ ദൈവമെന്ന് അവൾ ഓർത്തു. അമ്മയുടെ ചുന്ദരിമണികൾ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് അവൾ അവരുടെ മുമ്പിലായി മുട്ടൂത്തിയിരുന്നു. സോറി കുഞ്ഞൂസളെ, നമുക്ക് ദേഷ്യം വന്നോണ്ടല്ലോ വഴക്ക് പറഞ്ഞ്. നിങ്ങൾ രണ്ടാളും നല്ല കുട്ടികളാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ കുട്ടിയുടെ പാരൻസിനെ എന്തൊക്കെ പുകരാനുണ്ടാക്കുന്നെന്ന് ഓർത്തല്ലേ അമ്മ ദേഷ്യപ്പെട്ടത്? അതിന് അവനല്ലേ ഞങ്ങൾക്ക് അച്ഛനില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച്. അവനോട് ഞങ്ങൾ പറഞ്ഞതാ വെറുതെ ഇരുന്ന് അടി വാങ്ങിക്കില്ലേ എന്ന്. അല്ലു അച്ഛനെന്ന് പറഞ്ഞു അമ്മയുടെ മുഖം വാർന്നു കണ്ട രണ്ടുപേരും അവളോട് ഇന്ന് ചെയ്തതിനൊക്കെ സോറി പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് സോപ്പിട്ടു. അവൾക്കറിയാം ഓരോ പ്രാവശ്യം അടിയുണ്ടാവും, എന്നിട്ട് പ്രോമിസ് ഇടും ഇനി ചെയ്യില്ലെന്ന്. പക്ഷെ ഒന്നും പാലിക്കാറില്ല രണ്ടാളും. എന്ന് കരുതി അനാവശ്യത്തിന് വഴക്കിടാറില്ല ആരോടും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ലക്ഷ്മി എന്ന ലിച്ചു തൻ്റെ കഴുത്തിലായി ആരും കാണാതെ പറ്റിപ്പിടിച്ച് കിടന്ന താലിമാല കയ്യിലെടുത്ത് കുറച്ച് നിമിഷം കണ്ണടച്ചിരുന്നു. എന്തു പറഞ്ഞാലും അവർക്ക് അവരുടെ അച്ഛനായ ദൈവനെ പോലെ ഓരോ ന്യായങ്ങളും ഉണ്ടാകും. അവൾ ചിരിച്ചുകൊണ്ട് ഓർത്തു. അതേ നിമിഷം തന്നെ അവളുടെ ഓർമ്മയിലേക്ക് ആ രാത്രി ഓർമ്മ വന്നു. നീ കാരണം കൊണ്ടാ എനിക്കും ഹേമക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതായത് എന്ന ദേവിന്റെ നാവിൽ നിന്ന് കേട്ട ആ ദിവസം. വേണ്ട വെച്ച് അതൊന്നും ഓർക്കേണ്ട. അവരിന്ന് എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. താൻ തൻ്റെ കുട്ടികളെ മാത്രം ആലോചിച്ചാൽ മതി. അവർക്ക് താൻ മാത്രമേ ഉള്ളൂ. നീ എൻ്റെ ഉള്ളിൽ മരിക്കുന്നവരെ കാണും ദൈവം. പക്ഷെ എനിക്കറിയാം നിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉണ്ടാവില്ലെന്ന്. എൻ്റെ ഓർമ്മ തന്നെ ആ മനസ്സിൽ ഉണ്ടാവില്ലെന്ന്. നമ്മൾ ചെലവഴിച്ച ഒരു നിമിഷങ്ങളും നീ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലെന്ന്. എന്നാൽ അവൾ അറിഞ്ഞില്ല, അവളെയും ഇന്നേവരെ കാണാത്ത തൻ്റെ കൺമണിയുടെ മുഖവും ഓർത്താണ് അവൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന്. സൂര്യരശ്മിയിൽ കണ്ണിലേക്ക് അടിച്ചു കയറുമ്പോഴാണ് ദേവ് എണീറ്റ്. സമയം ഇത്രയ്ക്കായോ? ഇന്നലെ എപ്പോഴാണ് കിടന്നതെന്ന് പോലും ഓർമ്മയില്ല എന്ന് ചിന്തിച്ചാൽ ഫോൺ എടുത്ത് നോക്കി. റിമൈൻഡറിൽ കിടപ്പുണ്ട്. ഇന്ന് DGP ആയിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന്. ബെഡിൽ നിന്ന് എണീക്കാൻ മടി തോന്നി അവൻ. പണ്ടും താൻ ഇങ്ങനെ തന്നെയായിരുന്നു. ലച്ചുവാണ് കുത്തിപ്പൊക്കി എണീപ്പിക്കാറ്. ഞാൻ എണീറ്റു എന്ന് തോന്നിയാൽ പെണ്ണ ഒറ്റ ഓട്ടമാണ് മുറിയിൽ നിന്ന്. കാരണം അവൾക്കറിയാം ഞാൻ പിടിച്ചാൽ പിടിവിടാൻ കുറച്ച് നേരമെടുക്കുമെന്ന്. അവൻ ചിരിയോടെ ഓർത്തു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ചെന്നിയിലൂടെ ഒഴുകി. ഇനിയും കിടന്നാൽ ചിലപ്പോൾ ഭൂതകാലത്തിൽ നിന്ന് മടങ്ങാനാവില്ലെന്ന് ചിന്തിച്ച് കണ്ണുനീർ തുടച്ചാൽ ഫ്രഷ് ആവാൻ കയറി. എന്റെ ദൈവങ്ങളെ, ഇതുങ്ങളെ കൊണ്ട് ഞാനുണ്ടല്ലോ. ഇപ്പൊ എല്ലടി പിള്ളേരെ ഞാൻ നിങ്ങളെ എണിപ്പിച്ച് അടുക്കളയിലേക്ക് പോയത്. അന്നേരം വീണ്ടും ഉറങ്ങിയോ? അമ്മ പ്ലീസ് 5 മിനിറ്റ്. 5 മിനിറ്റും ഇല്ല, വേഗം എണീക്ക്. ദേ സ്കൂൾ ബസ് ഇപ്പൊ വരും. രണ്ടുപേരും ഉറക്കം തൂങ്ങിക്കൊണ്ട് എണീറ്റിരുന്നു. എന്നുമുള്ള കാഴ്ചയാണ് ലച്ചുവിന് ഇത്. പക്ഷെ ഈ കാഴ്ച എപ്പോഴും ദേവിന് ഓർമ്മ വരും. കാരണം അവനും ഇങ്ങനെ തന്നെയാണ്. താൻ 1000 വട്ടം വിളിച്ചാലാണ് എണീക്കുന്നത്. അവൾ അത് ഓർത്തുകൊണ്ട് നിശ്വസിച്ചു. ലച്ചു ഒരു തവിയും കൊണ്ട് മുറിയിലേക്ക് വന്നു. അവളുടെ ആ തവിയും മുഖത്ത് പറ്റി പിടിച്ച മാവും കണ്ടാൽ അറിയാം പെണ്ണ് ദോശയുടിയായിരുന്നെന്ന്. ബ്രഷ് ചെയ്യാൻ പേസ്റ്റ് തേച്ച് അതിയെയും മല്ലുവിനെയും അവൾ ബാത്റൂമിലേക്ക് വിട്ടു. ദോശ ചുട്ട് കഴിഞ്ഞ് നേരെ പോയി അവർ രണ്ടുപേരെയും കുളിപ്പിച്ച് അവളും കുളിച്ചു വന്നു. ഡ്രസ്സൊക്കെ തലേ ദിവസം തന്നെ അയൺ ചെയ്ത് വെക്കും. അതുകൊണ്ട് അല്ലു അതിയും യൂണിഫോമൊക്കെ ഇട്ട് മുടി കെട്ടി കൊടുക്കാൻ വെയിറ്റ് ചെയ്യും. അവൾ കുളിച്ചിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും മുടി 2 സൈഡായി കെട്ടിക്കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നേരെ ചൊവ്വേ ശ്വാസം വിടാൻ പോലും സമയമില്ല ലച്ചുവിന്. ദേ വേഗം കഴിച്ച് രണ്ടുപേരും, അല്ലെങ്കിൽ ബസ് അതിന്റെ പാട്ടിന് പോവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ രണ്ടുപേരുടെ പ്ലേറ്റിന് ദോശ നുള്ളിപ്പറിച്ചിട്ടു. അതിൻ്റെ ഇടയിൽ തന്നെ അവൾ കഴിച്ചെണീറ്റ് 3 പേർക്കുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കി ടേബിൾ ഉണ്ടായിരുന്ന ബാഗിൽ വെച്ചു. അമ്മ എന്താടാ? അമ്മ ഡയറി നോക്കിയില്ലായിരുന്നു ഇന്നലെ. അപ്പോഴാണ് അവൾ ഓർത്ത്, ശരിയാണ് ഇന്നലത്തെ തിരക്കിനിടയിൽ നോക്കാൻ വിട്ടുപോയി. അലങ്കൃതിന്റെ പാരന്റ്സ് അമ്മയിന്ന് പ്രിൻസിപ്പാളിനെ കാണുന്ന മിസ് ഡയറിയിൽ എത്തിയിരിക്കുന്നു. ഇനി ഇന്നെന്ത് പുകരാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത് അവൾ മക്കളെയും വിളിച്ചുകൊണ്ട് ഫ്ലാറ്റ് കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ചാവി അപ്പുറത്തെ ഫ്ലാറ്റിൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ കുട്ടികൾ 2 അകത്തേക്ക് എത്തിയിരുന്നു. സൂര്യചിട്ടനും രശ്മി ചേച്ചിയും തനിക്ക് ചേട്ടനും ചേച്ചിയും പോലെയാണ്. എന്താവശ്യത്തിന് കൂടെ നിൽക്കുന്നവർ. തൻ്റെ ഫ്രണ്ടായ ഫഹദിന്റെ കൂടെയായിരുന്നു മുമ്പ് ജോലി. രണ്ടുപേരും നഴ്സാണ്. താൻ വൈകിയാൽ മക്കളെ നോക്കുന്ന അവരാണ്. അത്രയ്ക്കും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഇന്ന് അവർ മാത്രമേ തനിക്കൊപ്പമുള്ളൂ. അങ്ങനെ ഫഹദ് പരിചയപ്പെടുത്തുന്നതാണ് ഈ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ. അവർക്ക് മക്കളില്ല. 2 പേർക്കും അല്ലു അതി എന്ന് വെച്ചാൽ ജീവനാണ്. ഒരു വിധത്തിലാണ് രണ്ടവിടുന്ന് ഇറങ്ങിയത്. അവരും ജോലിക്ക് പോകുന്ന സമയമാണ്. അതിനിടയിൽ 2 പേരും അല്ലുവിനെ അതിയെ ഊട്ടാൻ മറന്നില്ല. രശ്മി ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. 2 പേർക്കും ചേച്ചിയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്പെഷ്യൽ ഇവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കും. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയോട് വെച്ച് ദൈവം വാതിൽ തുറന്ന്. ആരാ? അവന് മുമ്പിലായിരിക്കുന്ന ഏകദേശം തന്നെ അമ്മയുടെ പോലെയുള്ള പ്രായം തോന്നുന്ന സ്ത്രീയോട് ചോദിച്ചു.
സാധാ ഒരു കോട്ടൺ സാരിയാണ് വേഷം. ഞാൻ ചിന്നമ്മ, ഇവിടെ വൃത്തിയാക്കാനും മറ്റും വാച്ച്മാൻ പറഞ്ഞിട്ട്. ആ മനസ്സിലായി, അതേ കയറും. അവരകത്തേക്ക് ക്ഷണിച്ചു. ഒരുപാട് ജോലിയൊന്നുമില്ല, വീടൊന്ന് വൃത്തിയാക്കാനും എനിക്കുള്ള രാവിലത്തെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, അത്രയേ ഉള്ളൂ. വാച്ച്മാൻ പറഞ്ഞായിരുന്നു നിങ്ങളിവിടെ പല ഫ്ലാറ്റിലും ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരേ ഫ്ലാറ്റിൽ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന്. അതെ സാറേ എന്ന് പറഞ്ഞ് അവർ തലയാട്ടി. ഉച്ചയ്ക്ക് ഞാൻ വരാറില്ല, അതുകൊണ്ട് ഭക്ഷണം വേണ്ട. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ മുറി കയറണ്ട, അത് ഞാൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളാം. അവൻ തൻ്റെ പേഴ്സണൽ റൂമിൽ ആരെയും കയറ്റാറില്ല. എന്നാൽ ശരി, ജോലി തുടങ്ങിക്കോളൂ, ഞാൻ ഇറങ്ങാം, സ്പെയർ കീ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ സൈഡിലുള്ള കീ സ്റ്റാൻഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മീറ്റിംഗ് കഴിഞ്ഞോ സാറേ? DGP ആയിട്ടുള്ള? ആ മാധവേട്ട, അത് കഴിഞ്ഞ മാസം നടന്നൊരു മർഡറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അതിൻ്റെ ഫയൽസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാൻ ആ അബിയോട് പറഞ്ഞേക്ക്. എന്തോ മെയിൽ അയച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. ശരി സാർ. ചായ എന്തെങ്കിലും വേണോ സാറിന്? നോ താങ്ക്സ്. എന്നാൽ ചേട്ടൻ പോയിക്കോ. അതെ മാധവേട്ട. പോവാനായി അദ്ദേഹം തിരിഞ്ഞു നോക്കി. എന്താ സാർ? ആ CI അരുൺ ഇതുവരെ വന്നില്ലേ? ഇപ്പോൾ എത്തും സാർ. വന്നതിനൊന്ന് കാണാൻ പറ. ഓക്കെ സാർ. മേ കമിൻ സാർ? യെസ് കമിൻ. ദേവ് വിളിച്ചു പറഞ്ഞു. തൻ്റെ പ്രായം തോന്നിക്കുന്ന ഒരാൾ അവന് മുമ്പിലായി വന്ന് സല്യൂട്ട് ചെയ്തു. സർ, CI അരുണാണ്. ആ മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച ലീവിലായിരുന്നല്ലോ. ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നെങ്കിൽ നേരത്തെ വന്നൂടെ? ദേവ് ഫയൽ വായിച്ചുകൊണ്ട് അവൻ്റെ മുഖം നോക്കാതെ പറഞ്ഞു. സോറി സർ, മോൻ്റെ മൂക്കിൻ്റെ പാലം അവരുടെ ക്ലാസ്സിൻ്റെ 2 പെൺകൊച്ചുകൾ പൊട്ടിച്ചു. അത് സംബന്ധിച്ച് സ്കൂൾ വരെ പോകാനുണ്ടായിരുന്നു. അരുൺ അറ്റൻഷനായി റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഓഹോ, താൻ ഇരിക്കും. അവൻ്റെ മറുപടിയായിട്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി ദേവ്. കാരണം സാധാരണ ആൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. എന്തോ ഒരാഴ്ച ലീവ് എടുത്ത്? അതൊന്നും പറയണ എൻ്റെ സാറ്. എൻ്റെ ഭാര്യ പ്രസവിച്ചു. കല്യാണം രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് തനിച്ചാ താമസം. മകന് വയസ്സ് 4 എന്നിട്ട് എൻ്റെ വീട്ടിൽ പണക്കം തീർന്നിട്ടില്ല. കാരണം മകനൊരു അനാഥ പെണ്ണിനെ കെട്ടിയത് അവർക്ക് ഇഷ്ടമായില്ല. ഇപ്പോൾ രണ്ടാമത്തെ കൊച്ചുമായി. പെൺകുട്ടിയാ. ശരിക്കും പറഞ്ഞാൽ അവളെ പോലെ ഒരു സുന്ദരി കൊച്ച്. അപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലീവ് എടുത്തത് സാർ. അതൊക്കെ കേട്ട് ദൈവം അല്ലാതെയായി. തൻ്റെ ലച്ചു ഇതേ അവസ്ഥയിലൂടെ അല്ലേ പോയിട്ടുണ്ടാവുക. ഇന്ന് ഈ പെൺകുട്ടിക്ക് അരുണുണ്ടായിരുന്ന ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവൾ ഒറ്റക്കാക്കാതെ എല്ലാം ചെയ്തു കൊടുക്കാൻ. പക്ഷെ തൻ്റെ ലച്ചു ഒറ്റക്കല്ലേ. അവൾ എന്ത് ചെയ്തിരിക്കും അന്നേരം? അവൻ്റെ ചങ്കിലാരോ മുള്ളുകൊണ്ട് കുത്തിയ അവസ്ഥയിലായിരുന്നു അവൻ. സർ, ദേ നോക്ക് എൻ്റെ മോള് എന്ന് പറഞ്ഞ് അരുൺ വിളിച്ചപ്പോഴാണ് ദേവ് ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. വളരെ സന്തോഷത്തോടെയാണ് അവൻ ഫോട്ടോ കാണിച്ച് ഓരോന്ന് പറയുന്നു. ശരിയാണ്, അവൻ പറഞ്ഞ പോലെ ഒരു സുന്ദരി കൊച്ച്. കാണുമ്പോൾ തന്നെ ഒന്ന് ഉമ്മോക്കാൻ തോന്നിപ്പോവും. തൻ്റെ കുഞ്ഞ് ഇങ്ങനെയായിരിക്കില്ല ഉണ്ടായത്. മോളാണോ അതോ മോനാണോ അതുപോലും അറിയാത്തൊരു നിർഭാഗ്യവാനായ അച്ഛനായിപ്പോയി താൻ. സർ, എന്താലോചിച്ച് നിൽക്കുകയാണ്? ഏയ് ഒന്നുമില്ല. അല്ല, എന്തിനാ തൻ്റെ മകന് മൂക്കിടിച്ച് പൊട്ടിച്ച ആ പിള്ളേര്? അതവന് കൊള്ളേണ്ട തന്നെയാണ് സാറേ. ആ പിള്ളേര് ടിൻസാണേ. അവിടെ അച്ഛനില്ലെന്നും മറ്റും എൻ്റെ മകൻ പറഞ്ഞു പോലും. അതിനാ കുട്ടികളെ ഇടിച്ചു വരുത്തി മൂക്കിന്. എന്തോ പേരൻസ് പ്രശ്നമായിട്ട് ഒരുമിച്ച് കഴിയില്ലെന്ന് തോന്നുന്നു ആ പിള്ളേരുടെ അച്ഛൻ. ആ കുട്ടികളുടെ അമ്മ അവിടെ ടീച്ചർ തന്നെയാണ്. പാവം പെൺകുട്ടി. അങ്ങനെ പ്രിൻസിപ്പളെ കണ്ട് കംപ്ലൈൻ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ വന്ന്. തെറ്റെൻ്റെ മകൻ്റെ ഭാഗത്താണല്ലോ. ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായി അരുൺ നല്ലൊരു സംസാരപ്രിയനാണെന്ന്. അരുണിനെ അങ്ങ് ബോധിച്ച് ദേവിന്. തിരിച്ചരുണും. കാരണം കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് ഒരു മൂഷയുടെ സ്വഭാവമാണ് സാറിൻ്റെ. പക്ഷെ സാറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അരുൺ മനസ്സിലാക്കി. അങ്ങനെ കേസിൻ്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ചവർ. ഇന്ന് അരുൺ പറഞ്ഞ പോലെ തൻ്റെ കുഞ്ഞു അച്ഛനില്ലേ എന്നുള്ള പരിഹാസത്തോടെ ആയിരിക്കില്ലേ കടന്നു പോകുന്നു. അവൻ അച്ഛനോട് ദേഷ്യം തോന്നില്ലേ? ഇത്രയും പരിഹസിക്കപ്പെടുന്ന അച്ഛൻ കാരണമാണെന്ന് ഓർത്ത് ഏതവസ്ഥയിലായിരിക്കും ലച്ചുവും കുഞ്ഞും കടന്നു പോകുന്നു? ആരെപ്പോലെ ആയിരിക്കും തൻ്റെ കുഞ്ഞ്? അവനൊരു ദിവസം ലച്ചു തൻ്റെ നെഞ്ചിൽ കിടന്ന് ചോദിച്ച് ഓർമ്മ വന്നു. ദേവിന് ആൺകുഞ്ഞാണോ അതോ പെൺകുഞ്ഞാ വേണ്ടത്? എനിക്ക് ഒറ്റയടിക്ക് 2 പക്ഷി മതിയടി. അപ്പോൾ താൻ മറുപടി എടുത്ത് ഇങ്ങനെയായിരുന്നു. എന്തോന്നാ എന്ന് പറഞ്ഞ് ലച്ചു നെഞ്ചിലും തലയുയർത്തി ചോദിച്ചു. എടിപ്പെണ്ണെ, നമുക്ക് ഇരട്ടകൾ മതിയെന്ന്. അയ്യടാ, എന്നിട്ട് ദേവ് നോക്കൂ രണ്ടുപേരെയും. പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ACP സാറേ. നോക്കുവടി നോക്കും. കുട്ടികളെ മാത്രമല്ല നിന്നെ പ്രസവം കഴിഞ്ഞ് പരിചരിക്കാൻ പോകുന്ന ഈ ഞാനാ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ നിന്റെ കൂടെ താമസിക്കില്ല. അന്നേരം ഇയാൾ എന്ത് ചെയ്യും? ലച്ചു മൂക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു. നീ എവിടെ പോകുന്നോ അവിടെ ഞാനുണ്ടാവും. ലച്ചു ഇല്ലാതെ ദേവ് ഇല്ലടി. സർ, സർ. ഡ്രൈവർ വിളിക്കുന്നതായിട്ടാണ് ദേവ് ബോധത്തിലേക്ക് വന്നു. ഇത്ര നേരം താൻ തന്നെ ലച്ചുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളായിരുന്നു. ഓർമ്മയിലായതുകൊണ്ട് തന്നെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സർ, കുറച്ചു നേരമായി ഫ്ലാറ്റിന് മുമ്പിലെത്തിയിട്ട് സാറെന്തോ ചിന്തയിലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ഓക്കെ. ആ പിന്നെ താൻ നാളെ വരണമെന്നില്ല. ബൈക്കണല്ലോ, ഐ ക്യാൻ മാനേജ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കാം. ഓക്കെ സർ. അതും പറഞ്ഞുകൊണ്ട് ആ ഇന്നോവ കാർ ഫ്ലാറ്റിൻ്റെ ഗേറ്റ് കടന്നു പോയി. ദേവ് നേരെ ലിഫ്റ്റിൻ്റെ അടുത്ത് പോയപ്പോഴാണ് അമ്മ വിളിച്ചത്. അങ്ങനെ ഓരോ സംസാരിച്ച് അവൻ ഫ്ലാറ്റിലേക്ക് കയറി. പെട്ടെന്നാണ് അവനത് കണ്ടത്.